തൃശൂർ ജില്ലയിലെ തിരക്കേറിയ ഒരു കൊച്ചു പട്ടണം. അവിടുത്തെ ഒരു വലിയ സർക്കാർ ബാങ്ക്, പണക്കാരുടെ ബാങ്ക് എന്നാണ് ഇതറിയപ്പെടുന്നത്. വലിയ വ്യാപാരികളും ഉദ്യോഗസ്ഥരും ബിൽഡർമാരും മാത്രമാണ് അവിടെ അക്കൗണ്ടുകൾ തുറക്കാറുണ്ടായിരുന്നത്. ഒരു വെള്ളിയാഴ്ച രാവിലെ പതിവ് പോലെ ബാങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പുറത്ത് കാറുകളും ബൈക്കുകളും നിരനിരയായി പാർക്ക് ചെയ്തിരിക്കുന്നു. ഉള്ളിൽ AC-യുടെ കുളിരിൽ സേവനം സമർപ്പണമെന്ന് മനോഹരമായി എഴുതിയ ഒരു ബോർഡ് ചുവരിൽ തൂങ്ങിക്കിടക്കുന്നത് കാണാം. അപ്പോഴാണ് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് രണ്ട് സ്ത്രീകൾ ബാങ്കിലേക്ക് കടന്നു വരുന്നത്. ഒരാൾ വയസ്സായ ഒരമ്മ, മറ്റേത് അവരുടെ മകളും. ഇരുവരും വളരെ ലളിതമായ കോട്ടൺ സാരികളാണ് ധരിച്ചിരുന്നത്. മകളുടെ കയ്യിൽ ഒരു ചെറിയ തുണിസഞ്ചി അല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. അവരുടെ വേഷം കണ്ട് ബാങ്കിലുള്ളവർ ഒരു നിമിഷം സംശയിച്ചു. ഒരുപക്ഷെ ഇവർക്ക് ബാങ്ക് മാറിപ്പോയതാകാമെന്ന് അവർ ചിന്തിച്ചു. ആ മകൾ ആരാണെന്ന് അപ്പോൾ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. അവർ ജില്ലാ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് DM നീതു വർമ്മയായിരുന്നു. എന്നാൽ തൻ്റെ ഔദ്യോഗിക വേഷമോ പദവിയുടെ അഹങ്കാരമോ ഒട്ടുമില്ലാതെ അമ്മയുടെ കൈ പിടിച്ച് നീതു നേരെ കൗണ്ടറിലേക്ക് നടന്നു. കൗണ്ടറിൽ ഫോർമൽ ഷർട്ടും ബാഡ്ജും ധരിച്ച് സംഗീത എന്നൊരു യുവതി ഇരിപ്പുണ്ടായിരുന്നു. നീതു അവളോട് വിനയത്തോടെ പറഞ്ഞു, മാഡം, ഞങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ ഒന്ന് പരിശോധിക്കാമോ? കഴിഞ്ഞ മാസത്തെ അമ്മയുടെ പെൻഷൻ ഇതുവരെ വന്നിട്ടില്ല. അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം. കുറച്ച് അത്യാവശ്യ പണികളുമുണ്ട്. സംഗീത നീതുവിനെ അടിമുടി ഒന്ന് നോക്കി. ലളിതമായ സാരിയിൽ അമ്മയോടൊപ്പം വന്ന ഈ സ്ത്രീ ഒരു ഉന്നത ഉദ്യോഗസ്ഥയാണെന്ന് അവൾക്ക് തോന്നിയില്ല. അല്പം പുച്ഛത്തോടെ അവൾ പറഞ്ഞു, ക്ഷമിക്കണം, നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെയാകാൻ വഴിയില്ല. ഞങ്ങളുടെ ബ്രാഞ്ച് വലിയ അക്കൗണ്ടുകൾ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾ തെറ്റായ ബാങ്കിൽ വന്നതാകാം. നീതു ചെറുതായി ഒന്ന് ചിരിച്ചു. പിന്നെ ശാന്തമായി മറുപടി പറഞ്ഞു, മാഡം, ഒന്ന് പരിശോധിച്ചാൽ പോരെ? ഇല്ലെങ്കിൽ ഞങ്ങൾ നിശബ്ദമായി ഇവിടെ നിന്ന് പോയിക്കോളാം. എന്നാൽ സംഗീതയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അവൾ ഒരു കവർ എടുത്ത്, ഇതിന് കുറച്ച് സമയമെടുക്കും, അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കൂ എന്ന് ധാർഷ്ട്യത്തോടെ പറഞ്ഞുകൊണ്ട് അവരെ അവഗണിച്ചു. നീതുവും അമ്മയും നിശബ്ദമായി അവിടെ നിൽക്കുകയാണ്. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞ് നീതു വീണ്ടും മെല്ലെ ചോദിച്ചു, മാഡം, നിങ്ങൾ തിരക്കിലാണെങ്കിൽ മാനേജറെ ഒന്ന് കാണാൻ പറ്റുമോ? ഒരു സുപ്രധാന കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. സംഗീതയ്ക്ക് ചെറിയ ദേഷ്യം വന്നു. അവൾ ഫോൺ എടുത്ത് മാനേജറുടെ ക്യാബിനിലേക്ക് വിളിച്ചു. സർ, ഇവിടെ ഒരു സ്ത്രീ വന്നിട്ടുണ്ട്, നിങ്ങളോട് സംസാരിക്കണമെന്ന് പറയുന്നു, അയക്കണോ? മാനേജർ ജനലിലൂടെ ഒന്ന് എത്തി നോക്കി. ലളിതമായ വേഷത്തിൽ അമ്മയോടൊപ്പം നിൽക്കുന്ന നീതുവിനെ കണ്ടപ്പോൾ, ഇതൊരു ഉദ്യോഗസ്ഥയാണെന്ന് തോന്നുന്നില്ല, എനിക്ക് ഇത്തരം ആളുകളോട് സംസാരിക്കാൻ സമയമില്ല, അവിടെ ഇരുത്തി വെയിറ്റ് ചെയ്യാൻ പറ എന്നാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. സംഗീത അതനുസരിച്ച്, നിങ്ങൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കൂ, മാനേജർ തിരക്കിലാണ്, പിന്നീട് ഫ്രീ ആവും എന്നൊന്നു പറഞ്ഞു. നിസ്സഹായതയുടെ നിമിഷങ്ങളാണ് കടന്നുപോയത്. നീതു അമ്മയുടെ കൈ പിടിച്ച് നിശബ്ദമായി വെയിറ്റിംഗ് ഏരിയയിലേക്ക് നടന്നു. അവിടെ ഒരു പഴയ ബെഞ്ചിൽ അവരിയ്ക്കുകയാണ്. ബാങ്കിലുള്ളവർ അവരെ കൗതുകത്തോടെ അപ്പോഴും നോക്കുന്നുണ്ടായിരുന്നു. മിക്കവരും ഫോർമൽ വസ്ത്രങ്ങളോ വിലയേറിയ ഗാഡ്ജറ്റുകളോ ഉള്ളവരാണ്. എന്നാൽ ഈ സ്ത്രീ ഒരു അലങ്കാരവുമില്ലാതെ അമ്മയുടെ കൈപിടിച്ചിരിക്കുന്നത് പലർക്കും ഒരു അസൗകര്യമായോ അസ്വസ്ഥതയായോ തോന്നിക്കാണും. ഇവർക്ക് ഇവിടെ അക്കൗണ്ട് ഉണ്ടാകില്ല, എന്തിനാണ് എന്നിട്ട് ഇവർ വന്നത് എന്ന ഭാവമായിരുന്നു ഭൂരിഭാഗം പേരിലും. ചിലർ പിറുപിറുക്കുന്നുമുണ്ടായിരുന്നു. ഈ ബാങ്ക് പണക്കാർക്ക് മാത്രമുള്ളതാണെന്ന് കരുതിയതുകൊണ്ട് ലളിതമായ വേഷത്തിൽ വന്ന നീതുവും അമ്മയും അവിടെ ഒരു അസാധാരണ കാഴ്ചയായി മാറുകയായിരുന്നു. പക്ഷേ നീതു ഒന്നിനും ഒരു തരത്തിലുള്ള പ്രതികരണമോ ചലനങ്ങളോ നടത്തുന്നുണ്ടായിരുന്നില്ല. അവർ വളരെ ശാന്തമായി സമയമെടുത്ത് ഇരിക്കുകയാണ്. അമ്മയോട് മെല്ലെ എന്തോ പറഞ്ഞ് അവൾ കാത്തിരുന്നു. അപ്പോഴാണ് പവൻ എന്ന ഒരു ജൂനിയർ ജീവനക്കാരൻ ബാങ്കിലേക്ക് കയറി വരുന്നത്. അദ്ദേഹത്തിന്റെ പദവി ചെറുതാണ്, പക്ഷേ മനസ്സ് വലുതാണ്. അദ്ദേഹം നീതുവിനെയും അമ്മയെയും കണ്ടു. ചുറ്റും ആളുകൾ അവരെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നതും കേട്ടു. ഇവർക്കിവിടെ എന്ത് കാര്യം?
എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. പവൻ ഇത് കേൾക്കുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം നേരെ വെയിറ്റിംഗ് ഏരിയയിലേക്ക് നടന്നു. നീതുവിൻ്റെ അടുത്ത് നിന്ന് കൈകൾ കൂപ്പി വിനയത്തോടെ അദ്ദേഹം ചോദിച്ചു, മാഡം, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ? എന്താണ് പ്രശ്നം? പറഞ്ഞാൽ ഞാൻ നോക്കാം. നീതു അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിനെ അഭിനന്ദിച്ച് ചെറുതായി ചിരിച്ചു. അതെ, ഞാൻ മാനേജരോട് ഒരു പ്രധാന കാര്യം സംസാരിക്കാൻ വന്നതായിരുന്നു. നീതുവിൻ്റെ വാക്കുകൾ കേട്ടതും പവൻ ഉടനെ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കൂ, ഞാൻ മാനേജരോട് സംസാരിക്കാം. അദ്ദേഹം വേഗം മാനേജറുടെ ക്യാബിനിലേക്ക് പോയി. ബാങ്കിലുള്ളവർ ആശ്ചര്യത്തോടെ ഇതെല്ലാം നോക്കിക്കാണുകയാണ്. അയ്യോ, ഈ പവൻ എന്തിനാണ് ഇത്ര ഓടുന്നത്? ഇവർ ആരാണാവോ എന്നെല്ലാം ചിലർ പെറുപെറുക്കുന്നുണ്ടായിരുന്നു. പവൻ മാനേജറുടെ ക്യാബിനിൽ കയറി പറഞ്ഞു, സർ, പുറത്തൊരു സ്ത്രീ അവരുടെ അമ്മയോടൊപ്പം വന്നിട്ടുണ്ട്. നിങ്ങളോടൊരു പ്രധാന കാര്യം സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും മാനേജർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അറിയാം, ഞാനാണ് അവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇത്തരം ആളുകൾ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് പിന്നീട് അങ്ങോട്ട് പോയിക്കോളും. എനിക്ക് ഇവരോട് സംസാരിക്കാനൊന്നും താല്പര്യമില്ല. നീ ക്ഷമിക്കണം, നീ നിന്റെ പണി നോക്കാൻ നോക്ക്. പവൻ ഇത് കേട്ട് അല്പം അസ്വസ്ഥത പ്രകടിപ്പിച്ചു. പക്ഷെ ഒന്നും പറയാൻ കഴിയാതെ അദ്ദേഹം തിരികെ തന്റെ ജോലികളിൽ മുഴുകി. ബാങ്കിൽ ഇപ്പോഴും ആളുകൾ നീതുവിനെ കുറിച്ച് പെറുപെറുക്കുന്നുണ്ടായിരുന്നു. ഇതുവരെ ശാന്തമായിരുന്ന നീതു അമ്മയെ നോക്കി പറഞ്ഞു, അമ്മേ, ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. വാ, നമുക്ക് നേരിട്ട് പോയി സംസാരിക്കാം. ഞാൻ തന്നെ സംസാരിച്ചോളാം. അവർ മെല്ലെ എഴുന്നേറ്റ് സാരി ഒന്ന് ശരിയാക്കി നേരെ മാനേജറുടെ ക്യാബിനിലേക്ക് നടന്നു. മാനേജർ ജനലിലൂടെ ആ സ്ത്രീ തന്റെ നേർക്ക് വരുന്നത് കണ്ടു. അപ്പോൾ തന്നെ അദ്ദേഹം പുറത്തേക്ക് വന്ന്, എന്താണ് കാര്യം, എന്തിനാണ് വന്നത് എന്നൊക്കെ ചോദിച്ചു. നീതു ശാന്തമായി തന്റെ കയ്യിലുള്ള കവർ മുന്നോട്ട് നീട്ടി പറഞ്ഞു, സർ, ഇതിൽ ഞങ്ങളുടെ അമ്മയുടെ അക്കൗണ്ട് വിവരങ്ങളുണ്ട്. കുറച്ച് ദിവസമായി പെൻഷൻ വരുന്നില്ല, ട്രാൻസാക്ഷനുകളും നടക്കുന്നില്ല. ഒന്ന് പരിശോധിക്കാമോ? മാനേജർ ആ കവർ എടുക്കാതെ തന്നെ നോക്കൂ, അക്കൗണ്ടിൽ പണമില്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടക്കില്ല. നിങ്ങൾ പണം നിക്ഷേപിച്ചിട്ടുണ്ടാകില്ല, അതാണ് പ്രശ്നം എന്ന് അദ്ദേഹം മറുപടി കൊടുത്തു. നീതു ഇപ്പോഴും വിനയത്തോടെ, സർ, ഒന്ന് പരിശോധിച്ചാൽ നല്ലതല്ലേ? ഊഹിച്ച് എങ്ങനെ പറയാൻ സാധിക്കും എന്ന് മാനേജരോട് തന്നെ ചോദിച്ചു. മാനേജർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു, എനിക്ക് വർഷങ്ങളുടെ പരിചയമുണ്ട്. മുഖം നോക്കിയാൽ അറിയാം ആർക്കാണ് പണമുള്ളതെന്ന്. നിങ്ങളെപ്പോലുള്ളവർ ദിവസവും വരും, നിങ്ങളുടെ അക്കൗണ്ടിൽ ഒന്നും ഉണ്ടാകില്ല. നോക്കൂ, എല്ലാവരും നിങ്ങളെ നോക്കുന്നു. ബാങ്കിന്റെ അന്തരീക്ഷം കളയാതെ ഇപ്പോൾ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നീതു ഒരു നിമിഷം നിശബ്ദയായി അത് കേട്ടു നിന്നു. പിന്നെ ആ കവർ മാനേജറുടെ ടേബിളിൽ വെച്ച് പറഞ്ഞു, സർ, ഞാൻ പോകുന്നു. പക്ഷേ ഒരു വിനീതമായ അഭ്യർത്ഥനയുണ്ട്. ഈ കവറിലെ വിവരങ്ങൾ ഒന്ന് വായിക്കൂ. ഒരു പക്ഷേ താങ്കളുടെ ഉപകാരത്തിനെങ്കിലും അത് ആവശ്യപ്പെടും. അത്രയും പറഞ്ഞുകൊണ്ട് നീതു അമ്മയുടെ കൈപിടിച്ച് വാതിലിനടുത്തേക്ക് നടക്കുകയാണ്. വാതിൽക്കൽ എത്തിയപ്പോൾ നീതു ഒരു നിമിഷം തിരിഞ്ഞു. അവളുടെ മുഖത്ത് അപ്പോൾ ഒരുതരം ഗൗരവം നിറഞ്ഞു നിന്നിരുന്നു. ഈ പെരുമാറ്റത്തിന്റെ അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരും, തയ്യാറായിരിക്കൂ, അവൾ മാനേജരെ നോക്കി പറഞ്ഞു. അതീവ ഗൗരവത്തിൽ തീവ്രമായ മുഖഭാവങ്ങളോടെ അമ്മയോടൊപ്പം ബാങ്കിന് പുറത്തേക്ക് അവൾ നീങ്ങി. മാനേജർ ഒരു നിമിഷം അന്തം വിട്ടു നിന്നു. പിന്നെ ഇതൊക്കെ സാധാരണമാണ്, വയസ്സായവർ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് കരുതി തൻ്റെ പണിയിൽ അദ്ദേഹം മുഴുകി. ടേബിളിൽ വെച്ച കവർ അവിടെ തന്നെ കിടക്കുകയാണ്. ഈ സമയം എല്ലാം കണ്ടുകൊണ്ടിരുന്ന പവൻ ആ കവർ എടുത്തു. അദ്ദേഹത്തിന് എന്തോ ഒരു അസ്വസ്ഥത തോന്നിയിരുന്നു. തൻ്റെ കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്ത് കവറിലെ വിവരങ്ങൾ ഉപയോഗിച്ച് അക്കൗണ്ട് വിവരങ്ങൾ തിരയാൻ തുടങ്ങി. പഴയ റെക്കോർഡുകൾ തുറന്നു നോക്കിയപ്പോൾ പവന്റെ കണ്ണുകൾ വിശ്വസിക്കാനാകാത്ത ഒരു സത്യത്തെ കണ്ടു. കുറച്ചു മിനിറ്റ് മുമ്പ് അപമാനിച്ച് പറഞ്ഞയച്ച ആ ലളിത വേഷധാരിയായ സ്ത്രീ ഈ ബാങ്കിന്റെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർമാരിൽ ഒരാളായിരുന്നു അത്രേ. അവരുടെ പേര് ബാങ്കിന്റെ VIP സെക്ഷനിൽ വ്യക്തമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പവൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. പിന്നെ ഉത്തരവാദിത്ത ബോധത്തോടെ ആ റിപ്പോർട്ട് പ്രിന്റ് ചെയ്ത് നേരെ മാനേജറുടെ ക്യാബിനിലേക്ക് പോയി. മാനേജർ അപ്പോൾ ഒരു പണക്കാരനായ ഉപഭോക്താവിനോട് പുതിയ സ്കീമുകളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. പവൻ ക്യാബിനിൽ കയറുമ്പോൾ മാനേജർ ദേഷ്യത്തോടെ ചോദിച്ചു, എന്താണ് വിഷയം, എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്? പവൻ വളരെ ശാന്തമായി പറഞ്ഞു, സർ, ഈ റിപ്പോർട്ട് ഇന്നലെ അമ്മയോടൊപ്പം വന്ന ആ സ്ത്രീയുടേതാണ്, ഒന്ന് നോക്കാമോ?
മാനേജർ വളരെ ദേഷ്യത്തോടെ റിപ്പോർട്ട് എടുക്കാൻ പോലും കൂട്ടാക്കാതെ പറഞ്ഞു, എനിക്ക് എല്ലാവർക്കും വേണ്ടി സമയമില്ല മിസ്റ്റർ. ഇത് ബാങ്കാണ്, ഒരു കടയല്ല. ഇവിടെ വലിയ കസ്റ്റമർമാർ മാത്രമേ വരൂ. അദ്ദേഹം റിപ്പോർട്ട് മേശയിൽ നിന്ന് തട്ടി മാറ്റി. പവൻ നിശബ്ദമായി റിപ്പോർട്ട് എടുത്ത് തൻ്റെ പണിയിൽ വീണ്ടും മുഴുകുകയാണ് ഉണ്ടായത്. ബാങ്ക് വീണ്ടും ശാന്തമാവുന്നു. എല്ലാവരും തങ്ങളുടെ പണിയിൽ തിരക്കിലായി. പിറ്റേ ദിവസം ബാങ്ക് പതിവ് പോലെ തുറന്നു. പക്ഷേ ഇന്നൊരു മാറ്റമുണ്ടായിരുന്നു. ഇന്നലെ അപമാനിക്കപ്പെട്ട നീതു വർമ്മ വീണ്ടും ബാങ്കിലേക്ക് കയറി വരികയാണ്. ഇത്തവണ അവരോടൊപ്പം ഒരു ഔദ്യോഗിക വേഷത്തിൽ സ്യൂട്ടും ബൂട്ടും ധരിച്ച ഒരു ലീഗൽ അഡ്വൈസർ ഉണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബ്രീഫ് കേസുമുണ്ട്. അവർ കയറി വരുമ്പോൾ ബാങ്ക് മുഴുവൻ ശ്രദ്ധ അവരിലേക്ക് തിരിച്ചു. ഒരു നിമിഷം ബാങ്കിൽ നിശബ്ദത തളം കെട്ടി. നീതു നേരെ മാനേജറുടെ ക്യാബിനിലേക്ക് നടക്കാൻ ഒരു സൂചന കൊടുത്തു. മാനേജർക്ക് ആദ്യം കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല എങ്കിലും അവർ അടുത്തു വരുമ്പോൾ ഇന്നലെ അപമാനിച്ച സ്ത്രീയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. അദ്ദേഹം അല്പം ഭയത്തോടെ പുറത്തേക്ക് വന്നു. നീതു ശാന്തമായ എന്നാൽ ഗൗരവമുള്ള ശബ്ദത്തിൽ പറഞ്ഞു, മാനേജർ സർ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു താങ്കളുടെ പെരുമാറ്റത്തിന് അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരുമെന്ന്. താങ്കളുടെ പെരുമാറ്റം എന്നെ മാത്രമല്ല, എന്നെപ്പോലുള്ള ആയിരക്കണക്കിന് സാധാരണക്കാരെ അപമാനിക്കുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറായിക്കോളൂ. മാനേജർ ദേഷ്യത്തോട് ചോദിച്ചു, എന്താണ് അതിന് താങ്കളുടെ അവകാശം? ആരാണ് നിങ്ങൾ? നീതു ഒരു പുഞ്ചിരിയോടെ തൻ്റെ ലീഗൽ അഡ്വൈസറെ ചൂണ്ടി പറഞ്ഞു, ഇദ്ദേഹം എൻ്റെ ലീഗൽ അഡ്വൈസറാണ്. ഞാൻ ഈ ജില്ലയുടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ്, DM നീതു വർമ്മ. അതുമാത്രമല്ല, ഈ ബാങ്കിന്റെ 60% ഷെയർ ഹോൾഡർ കൂടിയാണ് ഞാൻ. ഇപ്പോൾ ഞങ്ങൾ താങ്കളുടെ മാനേജർ പദവിയിൽ നിന്ന് താങ്കളെ മാറ്റാൻ പോവുകയാണ്. ഇനി മുതൽ താങ്കളുടെ ജോലി ഫീൽഡിലായിരിക്കും. താങ്കൾ റിപ്പോർട്ടിംഗ് നടത്തണം. മാനേജറുടെ കണ്ണുകൾ ഒന്ന് അന്തം വിട്ടു. തുടർന്ന് നീതു പവനെ ചൂണ്ടി പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ സ്ഥാനത്ത് പവനെ മാനേജറായി നിയമിക്കുന്നു. കാരണം അദ്ദേഹം മനുഷ്യത്വത്തോടെയും ഉത്തരവാദിത്വത്തോടെയും പെരുമാറിയ ഒരാളാണ്. മാനേജർ ഞെട്ടിപ്പോയി. കഴിയില്ല എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. നീതു അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് തറപ്പിച്ച് നോക്കി പറഞ്ഞു, എനിക്ക് കഴിയും. ഞാൻ ഇതിനകം ചെയ്തു കഴിഞ്ഞു. ഈ അധികാരം എനിക്ക് നിയമവും ബാങ്കിന്റെ ബോർഡും നൽകിയിട്ടുണ്ട്. അവളുടെ വാക്കുകൾ കേട്ട് ബാങ്കിലുള്ള എല്ലാവരും ഞെട്ടി എഴുന്നേറ്റ് നിന്നു. ഇന്നലെ അപമാനിച്ച ലളിത വേഷധാരിയായ സ്ത്രീ DM ആണെന്നും ബാങ്കിന്റെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ ആണെന്നും അറിയുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവളിലേക്ക് തിരിയുകയാണ്. ലീഗൽ അഡ്വൈസർ ബ്രീഫ് കേസ് തുറന്ന് 2 ഡോക്യുമെന്റുകൾ എടുത്തു മുന്നിൽ വെച്ചു. ഒന്ന്, പവന് മാനേജർ പദവിയിലേക്കുള്ള പ്രൊമോഷൻ ഓർഡർ. രണ്ടാമത്തേത് നിലവിലെ മാനേജർക്കുള്ള നോട്ടീസ്. അദ്ദേഹത്തെ പദവിയിൽ നിന്ന് നീക്കി ഫീൽഡ് ഡ്യൂട്ടിയിലേക്ക് മാറ്റുന്നുവെന്നുള്ള റിപ്പോർട്ട്, അതായത് ഉത്തരവ്. മാനേജർ വിയർത്ത് ഭയത്തോടെ പറഞ്ഞു, മാഡം ദയവായി ക്ഷമിക്കൂ. എനിക്ക് അറിയാതെ ഒരു തെറ്റുപറ്റി. ഇന്നലെ നടന്നതിൽ ഞാൻ വളരെയേറെ ഖേദിക്കുന്നു. എനിക്ക് ലജ്ജയുണ്ട്. പ്ലീസ് മാഡം. നീതു ഗൗരവത്തിൽ അയാളോട് പറഞ്ഞു, താങ്കളുടെ തെറ്റ് എന്നെ മാത്രമല്ല, ലളിതമായ വേഷത്തിൽ വരുന്ന സാധാരണക്കാരായ ഓരോ ആളുകളെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഇത് ശരിയായ ശിക്ഷയായി ഞാൻ നിങ്ങൾക്ക് തരുന്നത്. താങ്കൾ ബാങ്കിന്റെ ഗൈഡ് ലൈൻസ് എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, പാവപ്പെട്ടവനോ പണക്കാരനോ ആയാലും എല്ലാ ഉപഭോക്താക്കളും തുല്യരാണ്. വിവേചനം കാണിച്ചാൽ കർശന നടപടിയെടുക്കും. താങ്കളുടെ അർഹത താങ്കൾക്ക് ഇതോടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് താങ്കളെ സസ്പെൻഡ് ചെയ്യാമായിരുന്നു, പക്ഷേ ഒരവസരം നൽകുന്നു ഇനി ശരിയാകാൻ വേണ്ടി. ഇല്ലെങ്കിൽ താങ്കളുടെ പേര് മാത്രമല്ല എല്ലാം നഷ്ടമാകും. പിന്നീട് നീതു സംഗീതയെ വിളിച്ചു. സംഗീത വിറച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് പറഞ്ഞു, മാഡം ദയവായി ക്ഷമിക്കൂ. എനിക്ക് അറിയാതെ തെറ്റുപറ്റി. ഇനി ഇങ്ങനെ ചെയ്യില്ല. നീതു വളരെ ശാന്തമായി പറഞ്ഞു, താങ്കളുടെ പെരുമാറ്റം ഒരാളെ പുറമേ നോക്കി കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലാകരുത്. ഈ പാഠം ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കണം. അവസാനമായി നീതു ബാങ്കിലെ എല്ലാ ജീവനക്കാരോടുമായി പറഞ്ഞു, നിങ്ങൾ പവനിൽ നിന്ന് പഠിക്കണം. ചെറിയ ജോലിയിലും മനുഷ്യത്വത്തോടെയും ഉത്തരവാദിത്വത്തോടെയും പ്രവർത്തിക്കാമെന്നതിന് തെളിവാണ് പവൻ. പദവി ഒരാളെ വലുതാക്കില്ല, മനസ്സാണ് ഒരാളെ വലുതാക്കുന്നത്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നീതു തൻ്റെ ലീഗൽ അഡ്വൈസറോടൊപ്പം ബാങ്കിന് പുറത്തേക്ക് നടന്നു. ബാങ്കിൽ ഒരു നിമിഷം നിശബ്ദത തളം കെട്ടി. ജീവനക്കാർ പരസ്പരം നോക്കി. ആ ദിവസത്തിന് ശേഷം പിന്നീട് ബാങ്കിന്റെ അന്തരീക്ഷം പാടെ മാറി കേട്ടോ. എല്ലാ ഉപഭോക്താക്കളോടും ബഹുമാനത്തോടെയും തുല്യത മനോഭാവത്തോടെയും പെരുമാറാൻ ആ ജീവനക്കാർ പഠിച്ചു തുടങ്ങി. സാധാരണക്കാരനായി തോന്നുന്നവർ അസാധാരണരായേക്കാം എന്നൊരു വലിയ പാഠം എല്ലാവരുടെയും മനസ്സിൽ നീതുവിൻ്റെ ഈ ഒരു സംഭവം നിമിത്തം ആഴത്തിൽ പതിയുകയുണ്ടായി.